പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് തെറ്റുകൾ ബോധ്യപ്പെട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈല തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി തെറ്റുകൾ ബോധ്യപ്പെട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടൊരു വ്യക്തി കൂടിയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നൽകി, പരിഗണന നൽകി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ. ഒരിക്കൽ പോലും നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാൻ സാധിക്കില്ല. ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന എല്ലാ പിന്തുണയും സ്നേഹവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് ഒളിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ പലപ്പോഴായി ഈ അടുത്ത സമയത്ത് ആ വ്യക്തിയിൽ നിന്നുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു. മറ്റു ചില ആളുകളുടെ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്നേഹിച്ച് സ്നേഹത്തോടെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് സന്തോഷത്തോടെ പോകുന്നത് ഇഷ്ടമില്ലാത്ത ചില ആളുകളുടെ തെറ്റായ ഉപദേശങ്ങളും ദുസ്വാധീനവും ആ വ്യക്തിയിൽ നിങ്ങളിലേക്ക് ഉള്ള ആ സ്നേഹത്തെ കുറക്കുകയും തെറ്റിദ്ധാരണജനകമായ പല കാര്യങ്ങളും പറഞ്ഞ് പരത്തി നിങ്ങളെ ആ വ്യക്തിയുടെ സ്നേഹവലയത്തിൽ നിന്നും തട്ടിമാറ്റാനായിട്ട് ചിലർ ശ്രമിക്കുന്നു. അവരുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കുന്നു. ആ തെറ്റിദ്ധാരണകൾ ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് വിഷമം ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് പോയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് പോകാനായിട്ട് ആ വ്യക്തിക്ക് അറിയാം. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വ്യക്തിയായിട്ടത് മാറുകയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ആ വ്യക്തിയെ തിരിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്ന ഒരു വ്യക്തിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിന് അവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ചില തെളിവുകൾ കൊണ്ടുവന്നു. ആ തെളിവുകൾ വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ വെറുക്കുന്നൊരു സമീപനം സ്വീകരിക്കുന്നു. നിങ്ങളുമായി അകൽച്ചയിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്നു. അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നി. കാരണം നിങ്ങളേറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടൊരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അത് നിങ്ങളുടെ കുറ്റം കൂടിയല്ല. നിങ്ങൾ സംശുദ്ധമായി ആ വ്യക്തിയെ സ്നേഹിക്കുകയും ആ വ്യക്തിയുടെയും നിങ്ങളുടെയും നന്മ മാത്രം ആഗ്രഹിക്കുകയും ചെയ്തതാണ്. ചിലർ ബോധപൂർവം നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നിടത്ത് നിങ്ങൾക്ക് ദുഃഖം വരികയാണ്. നിങ്ങൾ ഒരുപാട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ ശക്തിയോട്, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട്. ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണകൾ മാറണമേ, ആ വ്യക്തിയെ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നവർ അവർക്ക് തിരിച്ചടികൾ കിട്ടണമെന്നുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഫലിക്കുകയാണ്. ആ വ്യക്തി തിരിച്ചു വരികയാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹം വലിയ ശക്തിയോടെ ഇനിയും അത് മുന്നോട്ട് പോകും, ആർക്കും തകർക്കാൻ കഴിയാത്ത രീതിയിൽ. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ സ്വീകരിച്ച ഒരു റീഡിങ്ങാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും ആ വ്യക്തിയെ തുറന്ന് സ്നേഹിക്കാൻ പ്രാപ്തമായില്ല. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായി. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുഃഖമാകുന്ന പല സാഹചര്യങ്ങളുണ്ടായി. നിങ്ങളെ മനസ്സുകൊണ്ട് ചില ആളുകളും ചില സാഹചര്യങ്ങളും ആ വ്യക്തിയിൽ നിന്ന് അകറ്റുന്നു. ആ വ്യക്തി എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും ആ സ്നേഹങ്ങൾ തനിക്ക് വേണോ അല്ലെങ്കിൽ തനിക്കിതിലും നല്ലൊരു വ്യക്തിയെ കിട്ടില്ലേ എന്നുള്ള ചിന്തകൾ നിങ്ങളിലുണ്ടാകുന്നു. ഇത്രയും കാലം നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ചില പ്രേരണകൾ ഉണ്ടാകുകയും അത് ഈ വ്യക്തിയെ സ്നേഹിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നു. നിങ്ങൾ എത്ര ബോധപൂർവ്വം സ്നേഹിക്കാൻ ശ്രമിച്ചാലും പല തടസ്സങ്ങളുണ്ടാകുകയും ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റാതാകുകയും ചെയ്യുന്നു. പക്ഷേ ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകില്ല. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക്, നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. നിങ്ങളുടെ മനസ്സിൽ മുൻപുണ്ടായിരുന്ന ചില ദുഷ്ടശക്തികളുടെ പ്രേരണകൾ അത് പൂർണ്ണമായി മാറുകയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും വലിയ തരത്തിലുള്ള ഒരു അടുപ്പത്തിലേക്ക് വരുന്നു. ഇത്രയും കാലം നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചവർ നിങ്ങളിലുണ്ടാക്കിയ തെറ്റായ ചിന്തകളൊക്കെ മാറുകയാണ്. ആ വ്യക്തിയിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറുന്നു. നിങ്ങൾക്ക് ഇനി ഒരിക്കലും ആ വ്യക്തിയെ താല്പര്യപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ യഥാർത്ഥ സ്നേഹം, ആ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതിൻ്റെ അളവും പരപ്പും
ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുമായി ചേർന്ന് പോകാൻ ഇനി കഴിയും. നിങ്ങളെയും ആ വ്യക്തിയെയും തെറ്റിദ്ധരിപ്പിച്ച് എല്ലാ ഘടകങ്ങളും മാറുകയാണ്. നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ച എന്ത് പ്രേരണയാണ്, എന്ത് ചിന്തയാണോ നിങ്ങളിലുണ്ടായത്, അതെല്ലാം മാറി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ആ വ്യക്തിയിലെ നന്മ നിങ്ങൾ കാണുന്നു. നിങ്ങൾ ഇതുവരെ കാണാതിരുന്ന ആ വ്യക്തിയിലെ നന്മ നിങ്ങളെ ആ വ്യക്തിയിലേക്ക് അടുപ്പിക്കുന്നു. ആ വ്യക്തി മറ്റെന്തിനേക്കാളും വലുതാണെന്നും മറ്റാരേക്കാളും മികച്ചതാണെന്നും ഉള്ള ആ ബോധ്യത്തിലേക്ക്, ആ ശരിയായ ബോധ്യത്തിലേക്ക് നിങ്ങളെത്തുന്നു. ഇനിയും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തകർക്കാൻ ആർക്കും സാധിക്കില്ല. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ആ വ്യക്തിയുടെ കഴിവ് ആദ്യമായി നിങ്ങൾ കണ്ടെത്തുന്നു. ആ വ്യക്തിയിലെ നന്മയെ നിങ്ങൾ ആദ്യമായി കണ്ടെത്തുന്നു. ആരൊക്കെയോ നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റാനായിട്ട് നിങ്ങളെ തെറ്റായി ഉപദേശിച്ചു. നിങ്ങളുടെ അഭ്യുതകാംക്ഷികൾ എന്നുള്ള വ്യാജേനെ നിങ്ങളെ തെറ്റായ രീതിയിൽ അവർ ഉപദേശിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ വെറുക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം തിളങ്ങുന്നു ആ വ്യക്തിയുടെ ചിന്തയിൽ. ആ വ്യക്തിയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നു. നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.